ഭാഗമാണ് വളരെ ഹീനമായ രീതിയിൽ ആക്രമിക്കുന്ന നിലയുണ്ട്. ഇതാദ്യമായിട്ടല്ല, നേരത്തെയും ഇങ്ങനെ ചില വർത്തമാനങ്ങൾ കോൺഗ്രസിൻ്റെ ചില നേതാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അത് തീർത്തും അപലപനീയമായൊരു കാര്യമാണ്. അതിൽ കൂടുതൽ പറയേണ്ടതില്ല എന്നാണ് തോന്നുന്നത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ വന്ന സമയത്ത് വലിയ തോതിൽ ലീഗിന്റെ കുട്ടികളും കോൺഗ്രസിന്റെ പതാകകളൊക്കെ ഉണ്ടായിരുന്നു. ഇത്തവണ പതാകകളൊന്നും വേണ്ടാന്നൊരു തീരുമാനമെടുത്തു. ഞാനത് വിശദമായി പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മളെ ഈ പറയുന്ന കാര്യങ്ങൾ നേരത്തെ പല മാധ്യമങ്ങളും കൊടുക്കാറുണ്ടെങ്കിലും ഇപ്പം അങ്ങനെ കൊടുക്കാറില്ല. അത് ഒരു താല്പര്യം കൊണ്ടായിരിക്കാം. അതുകൊണ്ട് ആ വാർത്തകൾ വന്നില്ല എന്നാണ് തോന്നുന്നു. പത്രസമ്മേളനത്തിൽ തന്നെ ഞാൻ പറഞ്ഞതാണ് ആ കാര്യങ്ങൾ. അതിനെപ്പറ്റി ചില കമൻസും പിന്നീട് വന്നിട്ടുണ്ട്. അത് തീർത്തും നിർഭാഗ്യകരമായ ഒരവസ്ഥയാണ്. ആ പാർട്ടിയുടെ പതാക, ആ പതാകയുടെ മഹിമ അറിയാവുന്നവർ ആ പതാക വേണ്ടാന്ന് നോക്കൂ. നമ്മുടെ കോൺഗ്രസിൻ്റെ പതാകയെക്കുറിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത്. കോൺഗ്രസ് ഒരു ഘട്ടത്തിലാണല്ലോ ആ പതാക ഏറ്റെടുക്കുന്നത്. ആ പതാകയും പിടിച്ചുകൊണ്ടാണല്ലോ നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളും പ്രവർത്തകരും എല്ലാം വലിയ തോതിലുള്ള മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയത്. ഏതെല്ലാം സംഭവങ്ങൾ! സഖാവ് കൃഷ്ണപിള്ള കോഴിക്കോട് കടപ്പുറത്ത് ആ പതാക നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടല്ലേ ക്രൂരമായ മർദ്ദനത്തിനിരയായത്. എന്തെല്ലാം സംഭവങ്ങൾ! അങ്ങനെയുള്ള ആ പതാക വേണ്ട. രാഹുൽ ഗാന്ധിയെ പോലുള്ള പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവ് വരുമ്പോൾ അദ്ദേഹത്തിന് ആ പതാക വേണ്ട എന്ന് തോന്നുന്നു. എന്താ കാരണം? ഈ പറഞ്ഞു തന്നെ. കഴിഞ്ഞ തവണ ലീഗിൻ്റെ പതാക എടുത്തപ്പോൾ അവിടെ വടക്കേ ഇന്ത്യയിൽ BJP പറഞ്ഞു പാകിസ്ഥാൻ്റെ പതാകയായിട്ടാണ് രാഹുൽ ഗാന്ധി പ്രചരണം നടത്തുന്നത്. അപ്പം മറുപടി പറയാനുള്ള ത്രാണി വേണ്ടേ? ഇത് പാകിസ്ഥാൻ്റെ പതാകയല്ല, ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ആ രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിലെ ജനങ്ങളുടെ പാർട്ടിയാണ് എന്ന് പറയണ്ടേ? നിങ്ങളെ സഖ്യത്തിലുള്ള പാർട്ടിയല്ലേ? അത് പറയാൻ കഴിഞ്ഞോ? അത് പറയാതെ ഇപ്പോൾ എളുപ്പവിദ്യക്ക് പതാകയെ വേണ്ട, 2 പതാകയും വേണ്ട എന്ന് നിലപാടെടുത്തു. അതല്ലേ വസ്തുത? പക്ഷേ ലീഗുകാരത് വലിയ മഹിമയായിട്ടാണ് കാണുന്നത്. ഞങ്ങൾ അതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് ചിലരുടെ പ്രതികരണങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അതൊക്കെ അവരുടെ കാര്യമാണ്. പക്ഷെ കണ്ടതിന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാമല്ലോ അല്ലേ? ശരി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് കേരളത്തിലെ ഏറ്റവും നല്ല മെഡിക്കൽ കോളേജാണ്. അത് നല്ല മെഡിക്കൽ കോളേജുകളിൽ ഒന്നാണ്. അതിനെ കൂടുതൽ നല്ല രീതിയിൽ അഭിവൃദ്ധിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് സംസ്ഥാനത്തിൻ്റെ നില. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കരുവന്നൂരിലെ നീക്കങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചിരിക്കുന്നു. ബാങ്ക് അക്കൗണ്ട് നോക്കിയല്ല CPMന്റെ പ്രവർത്തനം എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. നാട്ടുകാർ തെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടിക്ക് പണം നൽകും, അക്കൗണ്ട് മരവിപ്പിച്ചത് കടുത്ത അബദ്ധമാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടിയുള്ള തന്ത്രമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേരളത്തിൽ പയറ്റുന്നതെന്ന ഗുരുതരമായ ഒരു ആരോപണവും മുഖ്യമന്ത്രി ഉന്നയിക്കുന്നുണ്ട്. സുനിൽകുമാർ തൃശ്ശൂരിൽ നല്ല തോതിൽ ജയിച്ചു വരും, അതിനെ നേരിടാൻ ഇമാതിരി കളി കൊണ്ട് ഒന്നും ഈ വിജയത്തെ തടയാൻ കഴിയില്ല, സുനിൽകുമാറിൻ്റെ വിജയത്തെ തടയാൻ കഴിയില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. പാനൂരിലെ മരണം നടന്ന വീട്ടിലെ ബന്ധുക്കളെ കണ്ടതിൽ തെറ്റില്ല എന്നുകൂടി മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. കോഴിക്കോട്ട് മെഡിക്കൽ കോളേജിൽ PB അനിതയുടെ തിരികെ തസ്തികയിലേക്കുള്ള പുനഃപ്രവേശനം സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറ്റൊരു തരത്തിലാണ് മറുപടി പറഞ്ഞത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ കോളേജാണ്, അതിൻ്റെ പ്രവർത്തനക്ഷമത കൂടുതൽ ഉയർത്താൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുമെന്ന് അദ്ദേഹം ഒരു മറുപടി നൽകി എഴുന്നേറ്റ് പോവുകയാണ് ചെയ്തത്. ഏതായാലും അദ്ദേഹം ഈ കാര്യങ്ങളിൽ വ്യക്തമായൊരു മറുപടി നൽകിയിരിക്കുന്നു. മാത്രമല്ല, വയനാട് രാഹുൽ ഗാന്ധിയുടെ പ്രചാരണത്തിൽ കോൺഗ്രസിൻ്റെ പതാക ഒഴിവാക്കിയത് ലീഗിൻ്റെ പതാക കഴിഞ്ഞ തവണ കെട്ടിയപ്പോൾ അത് പാകിസ്ഥാൻ്റെ പതാകയാണെന്ന് BJP പ്രചാരണത്തിൽ ഉപയോഗിച്ചിരുന്നു. അത് ഭയന്നാണ് കോൺഗ്രസ് കൂടി ഇത്തവണ പതാക വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അത് എത്ര മോശമായ ഒരു കാര്യമാണെന്നാണ് മുഖ്യമന്ത്രി പറയാൻ ശ്രമിച്ചത്.